എടാ, നമ്മൾ ഈ പ്ലേറ്റിൽ വിളമ്പുന്ന ചോറും കറിയൊക്കെ ഇല്ലേ, അത് വാഴയിലേക്കാക്കി ഒരു അരമണിക്കൂർ മൂടി വെച്ച് പിന്നെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, എവിടെന്നോ ഒരു മാജിക് സംഭവിക്കല്ലേ. എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എത്ര പ്ലേറ്റിൽ ഏതൊക്കെ ടൈപ്പ് പ്ലേറ്റ് വിളമ്പി കഴിച്ചാലും കിട്ടാത്തൊരു പ്രത്യേക രുചി. അങ്ങനെ കൊതി തോന്നി ഞാനും ഇന്ന് എടുത്തിട്ടോ പൊതിച്ചോറ്. എന്തൊക്കെയാ അതിലുള്ളതെന്ന് നോക്കിയാലോ. വാഴയില വാട്ടി അതിലേക്ക് ചോറിടുക, നല്ല പപ്പടം ചേർത്തരച്ച ചമ്മന്തി, നല്ല കുഞ്ഞമത്തി തേങ്ങ ചതച്ച് പറ്റിച്ചത്. ഞങ്ങളുടെ നാട്ടിൽ പറ്റിക്കാന്നാ പറയാ, ചില നാട്ടിൽ തോരനും പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? കമന്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ക്യാബേജ് മെഴുക്കുവരട്ടി. ഇനി കുറച്ച് വറുത്തതാകാം. 2 കൂട്ടം മീൻ വറുത്തത്. അതിന് പേരൊന്നും ചോദിക്കരുത്, ഞാൻ കഴിക്കാറേ ഉള്ളൂ. അതിന്റെ കൂടെ നമുക്കൊരു കൊണ്ടാട്ടം മുളക് കൂടി വെച്ചേക്കാം. നമ്മുടെ ചോറിന് കണ്ണു കിട്ടണ്ടാന്നേ. അച്ചാറില്ലാതെ എന്ത് പൊതിച്ചോറ്? അപ്പോ കുറച്ച് മാങ്ങാച്ചാർ കൂടി ആവാ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പൊതിഞ്ഞാലോ. ഒരു മുട്ട പൊരിച്ചത് കൂടി വെച്ചാലോ എന്ന് ആലോചിച്ചതാ. പിന്നെ ഓർത്തു, വെറും ചമ്മന്തി ആണെങ്കിലും പൊതിച്ചോറിന്റെ ടേസ്റ്റിന് ഒരു കുറവും വരൂല. അപ്പൊ ഇതൊക്കെ തന്നെ ധാരാളം. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലല്ലേ ഓരോന്നും ചെയ്യാറ്. ഞാൻ ഇങ്ങനെ കേട്ടോ പൊതിച്ചോറ് മടക്കുന്നേ. എന്നെ പോലെ പൊതിച്ചോറ് മടക്കുന്നവരാരൊക്കെയുണ്ട്. എങ്ങനെ മടക്കിയാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ പോയി കഴിച്ചിട്ട് വരാവേ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ബൈ.